ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു കോട്ട് കോളർ ചുരിദാറിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത്. തുണി നന്നായി തേച്ച് തേരുവശങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഇടുക. രണ്ട് മടക്കായിട്ട് മടക്കിയിടുക. നമുക്ക് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റണില്ല. അപ്പോൾ കുറേശ്ശെ ഭാഗം ഇറക്കിയിട്ടിട്ടൊക്കെയാണ് ഞാൻ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ നമുക്ക് തുണിനെ ലെവൽ ചെയ്യുക. തുണി കാണണില്ല, അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഇറക്കിയിടാണ്. ഞാൻ വരച്ചിട്ട് കാണണില്ല, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ടാണ്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ആദ്യം തന്നെ ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാണ്. ഷോൾഡർ നമ്മൾ 7.75 ഞാൻ എടുക്കുന്നത്. 7.75 താഴേക്ക് മാർക്ക് ചെയ്തു. ആ അളവിൽ തന്നെ 1/2 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ 7.75 താഴേക്ക് എടുത്തേക്കണത് കേട്ടോ. നമുക്ക് ചെരിവ് കൊടുക്കണം, അപ്പോൾ അത് താഴേക്ക് ഞാൻ മാർക്ക് ചെയ്തു. അതിന് ബോക്സാക്കി. ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റ് അളവാണ് ഇതിൽ മാർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ചെസ്റ്റ് നമുക്ക് 34 34 കൂടെ 4 കൂട്ടി 4 ഒരു ഭാഗം 9.5 ഞാൻ അവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ചെരിവ് വെട്ടണമെങ്കിൽ നമ്മളൊരു 1/2 ഇഞ്ച് അവിടെ ചെരിവ് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെരിവ് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കഴുത്തിൻ്റെ വിരിവ് 3 ഇഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ 3 തന്നെ എടുക്കരുത്. അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് വേണം നമുക്കൊന്ന് ചെരിക്കുക കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ അത് തയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനാണ് ഞാൻ കഴുത്തിൻ്റെ അകലം ആദ്യം കാണിച്ചു തന്നത്. ഇനി നമുക്ക് ആ അര മാറ്റിയിട്ടുള്ള ഇതിൻ്റെ കൈയുടെ ഇറക്കത്തിൽ നിന്ന് നമ്മളതിൻ്റെ പകുതി കാണുക, അത് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ചെസ്റ്റിലേക്ക് നമുക്ക് കർവ് വെച്ചിട്ട് നമുക്കത് വരച്ച് കൊടുക്കാം. ചെസ്റ്റ് അളവും ആ പോയിൻറ്റും കൂടി മാർക്ക് ചെയ്തിട്ട് നമുക്കിനി വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട് എത്രയാണ് നമുക്ക് കാണണം. അതിന് നമ്മുടെ ചെസ്റ്റ് അളവ് നമുക്ക് 34 34ൻ്റെ 4 ഭാഗം നമുക്ക് കിട്ടിക്കണത് 8.5 8.5 1/2 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ 8 ഇഞ്ച് നമുക്കവിടെ കിട്ടണം. ആ 8 ഇഞ്ച് അവിടെ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ആം ഹോൾ കറവ് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ആ 14 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ 14 ഇഞ്ചിൽ നമ്മുടെ വേസ്റ്റ് വരുന്നത് 35 35 കൂടെ 3 കൂട്ടാം. 3 കൂട്ടിയിട്ട് അതിൻ്റെ 4 ഭാഗം. അപ്പോൾ നമുക്ക് 35 3 39 39 കൂടെ 4 ഭാഗം നമുക്ക് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് വരച്ചെടുക്കണം. ഇത് വരച്ചെടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണി കാണണില്ല. അപ്പോൾ നമുക്ക് ആ അടിയിൽ വേസ്റ്റിൻ്റെ കഴിഞ്ഞിട്ട് ഹിപ്പിൻ്റെ ലെങ്ത്ത് കൂടി മാർക്ക് ചെയ്ത് അതും കൂടി നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഹിപ്പിൻ്റെ നമുക്ക് കിട്ടിക്കണത് 39 39ന് 4 കൂട്ടിയിട്ട് അതിന് 43 കിട്ടും. അതിൻ്റെ 4 ഭാഗം മാർക്ക് ചെയ്യുമ്പോൾ നമുക്കത് 11.5 വരുന്നുണ്ട്. അതവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് വരെ ഷേപ്പ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ തുണി നമുക്ക് കയറ്റിയിട്ടിട്ട് വേണം. നമുക്ക് ക്യാമറയിൽ കാണുന്നില്ല ഫുള്ളും. അപ്പം നമുക്കത് കയറ്റിയിട്ടിട്ട് വേണം നമുക്ക് അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ തുണി കയറ്റിയിടുമ്പോൾ നമുക്ക് പ്രശ്നം വന്നില്ല. അപ്പോൾ അത് തയ്യൽ തുമ്പിൻ്റെ അളവും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് 2 ഇഞ്ച് അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 1.5 അല്ലെങ്കിൽ 1 ഇഞ്ച് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാൻ 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണി എപ്പോഴും നമ്മൾ ഒരു 1/4 ഇഞ്ച് കൂടുതൽ കിടന്നാലും കുഴപ്പമില്ല, കുറയാൻ പാടില്ല. അപ്പോൾ ഞാൻ 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ആ 2 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് മേലേക്ക് തുണീനെ കയറ്റി കൊടുക്കാം. ഇനി നമ്മുടെ ഹിപ്പ് നമ്മൾ 11.75 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ കൊള്ളണം നമ്മളുടെ ഹിപ്പിൻ്റെ വണ്ണം നമുക്ക് അതിൽ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് എത്രയൊക്കെ വിരിവ് ഉണ്ടോ ആ വിരിവ് അവിടെ നമുക്ക് പീസ് പോരായുണ്ടെങ്കിൽ ആ പീസും കൂടിയും വെച്ച് കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന വിരിവ് അങ്ങോട്ട് താഴേക്ക് വരച്ച് കൊടുക്കുക.
അങ്ങോട്ട് താഴേക്ക് വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹിപ്പിൻ്റെ വണ്ണമൊക്കെ അതിൽ കയറി പോകണം കേട്ടോ. തയ്യൽ തുമ്പടക്കം അവിടെയും നമ്മൾ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൊടുക്കണുള്ളൂ. ആ 1.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇനി തുണീനെ നമുക്ക് ലെങ്ത്ത് നോക്കണം. ലെങ്ത്ത് നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണി അടിഭാഗം തൂങ്ങി പോവാതിരിക്കാനായിട്ട് നമ്മളൊരു 3 ഇഞ്ച് കയറ്റി വെട്ടണം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ലെങ്ത്ത് നോക്കുക. ഞാൻ ലെങ്ത്ത് എടുക്കുന്നത് 44 ഇഞ്ചാണ്. ആ 44 ഇഞ്ച് ഞാൻ 2 സൈഡിലും താഴേക്ക് 1 ഇഞ്ച് മുകളിലേക്ക് 1/2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് തയ്യൽ തുമ്പ് എടുത്തിട്ട് ഞാനതിനെ നേരെ വരച്ച് കൊടുത്തു. ഇനി നമ്മൾ സൈഡിൽ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് തന്നെ ഒന്ന് കറവ് കൊടുക്കുക. അതിൻ്റെ പകുതിയിലേക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെൻറ്റർ എടുക്കാം. ആ സെൻറ്ററിലേക്ക് ശരിക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ചരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തുണി നല്ല തയ്ക്കുമ്പോൾ ചുളിവുകളോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. സ്കെയിൽ മാറിപ്പോയതാണ് കേട്ടോ. ഇനി അതിനെ കറവ് കൊടുക്കുക. ഇനി അവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ച് കൊടുക്കണ്ട. ഇങ്ങനെ ചെരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല ഭംഗിയിൽ പിരിച്ചിലൊന്നും ഇല്ലാണ്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്ക് ഫ്രണ്ടും ഞാൻ ഒരുമിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഫ്രണ്ടിന് ഞാൻ പ്രത്യേകിച്ച് നമുക്കതിന് ഒരു പടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് 1 ഇഞ്ച് ഞാൻ കൂടുതൽ ഇട്ടിട്ടാണ് നമ്മൾ അത് വെച്ചേക്കുന്നത്. ഇത് 1 ഇഞ്ച് കൂടുതൽ ഇട്ടേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ട വെക്കണം. പട്ടമ ഷോ ബട്ടൺ വെക്കുന്നുണ്ട്. പിന്നെ അടിയിൽ നമ്മളൊരു 9 ഇഞ്ചിലൊരു സ്ലിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണതിന് നമ്മൾ 1.5 ഇഞ്ച് കൂടുതൽ തുണി നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ തേച്ച് പിന്നെ ഇത് മടക്കി പിന്നെ ഇത് വെച്ചേക്കാണ്. നമുക്കിത് കട്ട് ചെയ്ത് ബാക്കിന് നമുക്കെടുത്ത് മാറ്റാം. മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്രണ്ടിൻ്റെ ഇത് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് അതിൻ്റെ ഇടയിൽ ബാക്കിലെ കഴുത്തൊന്ന് കട്ട് ചെയ്യാനുണ്ട്. ബാക്കിലെ കട്ട് നമുക്ക് കുഴിച്ച് വെട്ടണത് കുറേ താത്തി വെട്ടണ്ട. ഒരു ഇഞ്ചോ അല്ലെങ്കിൽ 3/4 ഇഞ്ചോ നമുക്ക് ഇറക്കിയാൽ മതി. എന്നിട്ട് നമുക്കതിനെ ഒരു ഷേപ്പ് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഈ തുണിയെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്ക് കഴുത്ത് നമുക്ക് 3 ഇഞ്ച് വീതിയിൽ 3/4 ഇഞ്ച് അകലത്തിൽ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ആ ചെരിവ് നമ്മൾ വെട്ടിയെടുക്കണം കേട്ടോ. ഒരു 1/2 ഇഞ്ച് നമ്മൾ സ്ലോപ്പ് കൊടുക്കാമെന്നുണ്ട്, അതും വെട്ടിയെടുക്കുക. ഇനി നമുക്കിതിനെ ബാക്ക് ഭാഗത്തിൻ്റെ 3/4 ഇഞ്ച് കുഴിച്ച് വെട്ടിയിട്ട് കഴുത്തിറക്കം വെട്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഞാൻ പറഞ്ഞു തരണത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ ചോദിച്ച് ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് പെട്ടെന്നൊരു ചുരിദാർ തയ്ക്കാനായിട്ട് എടുത്തൊരു മോഡലാണ്. അപ്പോൾ അവളുടെ അളവിലാണ് ഞാൻ തയ്ക്കണത്. മറ്റ് ചുരിദാറിൻ്റെ കട്ടിങ്ങൊക്കെ ഞാൻ പിന്നെ വേറൊരു ദിവസം ഇനി അടുത്തത് ഞാൻ ഇടാം. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് തയ്ക്കുന്നത് കൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയത് കേട്ടോ. ബാക്ക് പീസ് നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇനി അതിനെ നമുക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ടാണ്. ഫ്രണ്ടിൽ ഞാൻ ഇതാണ് മടക്ക് കണ്ട 1 ഇഞ്ചിൽ ഞാൻ മടക്കി വെച്ചിട്ടുണ്ടെന്ന് വന്നത്. 2 വശത്തും ഞാൻ മടക്കി വെച്ച് തേച്ച് വെച്ചേക്കാണ്. ഇനി നമുക്ക് കൈക്കുഴിയുടെ അവിടെ ഒരു 3/4 ഇഞ്ച് നമുക്ക് കുഴിച്ച് വെട്ടണം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് തുടങ്ങുക. അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഒരു 3/4 ഇഞ്ചിൽ കുഴിച്ച് വെട്ടുക. 3/4 ഇഞ്ച് കുഴിച്ച് വെട്ടുക. ഈ 3/4 ഇഞ്ച് കുഴിച്ച് വെട്ടുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ടക്ക് ഇട്ട് കൊടുത്ത കൈക്കുഴിയുടെ അവിടെ ഒരു ടക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ ചുരിദാർ നിൽക്കും. അപ്പോൾ അവിടെ ഒരു ടക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ മോൾക്ക് അവിടെ ഒരു ടക്ക് ഇടുന്നുണ്ട്. അതാണ് അവിടെ ഞാൻ കുഴിച്ച് വെട്ടത് 3/4 എടുത്തേക്കണത് കേട്ടോ. ഇനി നമുക്ക് കഴുത്തിൻ്റെ വിരിവ് ഞാൻ 1/4 ഇഞ്ച് മുകളിൽ തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് .1 ഞാൻ തയ്യൽ തുമ്പ് മാറ്റിയതിന് ശേഷമാണ് കഴുത്തിന് 3 ഇഞ്ച് ഞാൻ ഇറക്കം കൊടുക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കഴുത്ത് കറക്റ്റ് അളവ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കൂടുതലായി പോകും കഴുത്ത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കഴുത്തിൻ്റെ അളവ് എടുത്തിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. ഞാനിപ്പോൾ എൻ്റെ മോൾക്ക് അങ്ങനെയാണ് ഞാൻ എടുത്തേക്കണത്. 3 ഇഞ്ച് അകലം
3.25 ഇഞ്ച് ഇറക്കത്തിലാണ് ഞാൻ ബോക്സ് വരച്ചിട്ട് അതിൽ ഞാൻ കഴുത്ത് കട്ട് ചെയ്യണത് കേട്ടോ. ഇനി അത് കർവ് വെച്ചിട്ട് ഒന്ന് വരച്ച് കൊടുക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. എൻ്റെ എല്ലാവരും പറയുന്ന പോലെ ചിലപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവായൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിൽ കൂടെ പറഞ്ഞോളൂ. എനിക്ക് ഇങ്ങനെ പറഞ്ഞത് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞോളൂ. എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ സംസാരിച്ച് അറിയില്ല. അപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക. ഞാൻ അടുത്തതിൽ ഞാൻ പരമാവധി മാറ്റി പറയാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി കൈക്കുഴി ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ ഫോണിൽ കൂടെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടണത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് കിട്ടിയിട്ടുണ്ടെന്നൊന്നും അറിയില്ല. അപ്പം നിങ്ങൾക്ക് കാണാണ്ടൊക്കെ വരികയാണെങ്കിൽ എന്നോട് ഇത് തോന്നരുത്. ഇനി നമ്മുടെ കഴുത്തിൻ്റെ അവിടെ നമുക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതാണ് നമുക്ക് നമ്മുടെ കോട്ട് കോളറിൻ്റെ ആ ഇങ്ങനെ സൈഡിലേക്ക് കിടക്കണ ആ ഒരു ഇത് വരണില്ലേ, അതിനുള്ളത് നമ്മളിട്ട് അവിടെ വീല് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ അപ്പുറത്തെ ഭാഗത്തും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. 2 സൈഡിലും മാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഏറ്റക്കുറച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കഴുത്തിൻ്റെ ഭംഗി തന്നെ പോകും. അപ്പോൾ 2 സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നീർത്തിയിട്ട് കൊടുക്കണം. നമ്മൾ മടക്കിയിട്ടിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പം മടക്ക് നീർത്തിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ തെറ്റ് വരും. 1.5 ഇഞ്ച് അവിടെയും മാർക്ക് ചെയ്യുക. 4 ഇഞ്ചിലേക്ക് ചെരിച്ച് കൊടുക്കുക. ഇത് തയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, സുഖമാണ്. തയ്യൽ വീഡിയോ ഞാനൊരു ദിവസം ഇടാം. ഇത് ലെങ്ത്ത് കൂടുതലുള്ള കാരണമാണ് എല്ലാവരും ഉൾപ്പെടുത്താൻ പറ്റാത്തത്. അടുത്ത വീഡിയോ ഞാൻ തയ്യലിൻ്റെ ഇടാം. ഇത് നമുക്ക് നേരെ താഴേക്ക് പോകുമ്പോൾ നമുക്ക് അടിയിൽ നമ്മളൊരു സ്ലിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ നിന്ന് നമ്മൾ ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ സ്ലിറ്റ് കൊടുക്കണത്. ഇവിടെയാണ് നമ്മൾ സ്ലിറ്റ് കൊടുക്കണത്. അവിടെ 2 സൈഡിലും മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്ലിറ്റിൻ്റെ കയറ്റിറക്കം വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം പോയിൻറ്റുകൾ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെയും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിന് കൈ വെക്കണില്ല. കൈയില്ലാത്ത ചുരിദാറാണ് നമ്മൾ തയ്ക്കണത്. ഇപ്പോഴത്തെ പിള്ളേരുകളൊന്നും കൈ ഇടൽ കുറവല്ലേ. അപ്പോൾ കൈയില്ലാത്ത ചുരിദാറാണ്. ചൂട് കാലം കൂടിയല്ല, നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാനായിട്ട്, വീട്ടിലൊക്കെ ഇടാനായിട്ട് യൂസ് ചെയ്യാനായിട്ടും നല്ലതാണ്. കൈയില്ലാത്ത തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ കഴുത്ത് നമ്മൾ ആ അളവിൽ തന്നെ വെട്ടിയെടുക്കണം. അളവിൽ തന്നെ വെട്ടിയെടുത്തിട്ട് ഒരു പീസ് നമുക്ക് മറിക്കാനായിട്ട് ആവശ്യമുണ്ട്. ആ കഴുത്തിൻ്റെ അകലം തന്നെ കറക്റ്റ് വെച്ചെടുത്തോളം. വിരിവ് കൂടി പോകാനൊന്നും ചെയ്യാതിരിക്കുക. ആ അളവിൽ തന്നെ വെട്ടിയെടുക്കുക. ആ ചെരിവ് വരെ, നമ്മളെ ഷോൾഡറിൻ്റെ ചെരിവ് വരെ അങ്ങനെ കൊടുത്തോളാം. എന്നിട്ട് അതിന് കട്ട് ചെയ്തെടുക്കുക. കഴുത്തിൻ്റെ റൗണ്ട് മാത്രം വെട്ടിയെടുക്കുക. ഈ കൊടുത്തത് കട്ട് ചെയ്യരുത് കേട്ടോ, റൗണ്ട് മാത്രം കട്ട് ചെയ്താൽ മതി. ഇനി ആ ഷോൾഡറിൻ്റെ അവിടെ ചെരിവുള്ളത് ചെരിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിന് ഒരു പീസ് നമുക്ക് 2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് താഴേക്ക് ഒരു പീസ് നമ്മൾ ഇങ്ങനെ ചെരിച്ച് കൊണ്ടുവരിക. ഒരു ഓവൽ വലുപ്പത്തിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കഴുത്ത് മറിക്കാനുള്ള പീസാണിത്. അപ്പോൾ കറക്റ്റ് അളവിൽ നമുക്ക് തെറ്റ് ഒന്നും കൂടാതെ നമുക്ക് ചെയ്യാൻ കിട്ടും. അപ്പം നമ്മുടെ ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും ഒക്കെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്.